സർക്കാർ വന്യജീവി ആക്രമണങ്ങൾക്കെതിരായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. സർക്കാർ സ്വീകരിക്കുന്ന ഈ നടപടികളിൽ ജനങ്ങൾ തൃപ്തരാണ്. ചോദിക്കാം ഒറ്റ ചോദ്യം. അതിന് വനമന്ത്രി അതിന് വേണ്ട നടപടികൾ എടുക്കണം. കേന്ദ്രമായിട്ട് ഇടപെട്ടിട്ട് പെട്ടെന്ന് കഴിയില്ല, അതിന് ഫണ്ടുകളൊക്കെ വേണ്ട മാതിരി കൈകാര്യം ചെയ്തിട്ട് ചെയ്യണമെന്നാണ്. കുറേ ആളവിടെയൊക്കെ കൊന്നൊടുക്കിയില്ല. പിന്നെ കരണ്ട് മതിൽ പന്നീൻ്റെ ഒക്കെ പ്രശ്നങ്ങളില്ല, അതങ്ങനെ നടക്കില്ല. കൊലക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല ഇവർക്ക്. കേരള സർക്കാരിന് ഓരോ പ്രശ്നങ്ങളും കൊണ്ടുവരില്ലല്ലോ. ഈ കേന്ദ്രത്തിൻ്റെ പ്രിയങ്കൻ്റെ ഒക്കെ അതിൽ കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിലൊക്കെ ശരിയാവും. കേന്ദ്രവും കേരളം ഒന്നിനും കൂടുതലില്ല, അതാണല്ലോ. അവിടെ അങ്ങനെ ഭയങ്കര ആനൻ്റെയും എല്ലാ മൃഗങ്ങളും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. മുഴുവൻ കുരങ്ങുകളും വന്യമൃഗങ്ങളും വന്ന് തിന്ന് ഒക്കെ നശിപ്പിക്കുക. അപ്പം പുലി ഇറങ്ങിയിട്ടുണ്ട്, അതാണ് വലിയ പ്രശ്നം വരുന്നത്. പെരും കാടാണ് ഞങ്ങൾ. ഒക്കെ ഇന്നലെ നായ്ക്കളങ്ങനെ മരൻ്റെ പടക്കൊക്കെ പൊട്ടിച്ചിന് കണ്ടീന്. പിന്നെ പന്നി ഇത് വന്നിട്ട് പുലിപ്പുലി ഭയങ്കര ശല്യമാണ്. ആനനെ കൊണ്ട് പുറത്തൊന്നും ഞങ്ങളങ്ങനെ ഇറങ്ങലില്ല. പുലിനെ സർക്കാരിൻ്റെ നിലപാടുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തികരമല്ല. അത് വേണ്ട രൂപത്തിൽ സർക്കാർ ഇടപെട്ടാലേ ഇപ്പം ഈ സാധാരണക്കാരന് ജീവിക്കാൻ പ്രയാസമുള്ള സമയപ്പത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് സർക്കാർ അതിൽ ഇടപെടണം. എന്താ നമ്മളിതിലൊക്കെ പറയാനുള്ളത്? ഇവിടെ വന്യജീവി ആക്രമണം ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും സർക്കാർ വേണ്ടി വന്ന ആക്ഷേപമൊന്നും എടുക്കണില്ല. വന്യജീവി ആക്രമണം നല്ലോണ്ട്, പക്ഷേ സർക്കാർ ഇപ്പം നടപടിയൊന്നും ശരിയല്ല. ഇതിപ്പോൾ ഇന്നൊന്നും എന്തായാലും തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഈ വന്യജീവി പ്രശ്നം. ഈ 8 കൊല്ലം കൊണ്ട് ഈ LDF സർക്കാർ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. UDF ഇതിന് മുന്നേയുള്ള പ്രശ്നങ്ങളാണ്. അവരിതിന് തീരുമാനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർ LDFനെ കുറ്റം പറയും. അതിന് വേണ്ടുന്ന നടപടി LDF സർക്കാർ എടുത്തിട്ടുണ്ട്, ഇനി എടുക്കും ചെയ്യും. സർക്കാരിന് ആ പരിഹരിക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അത് മാറ്റം വരണം. അതിന് മാറ്റം വന്നാലേ ഇതിലുള്ളൂ. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് കമ്പി വേലി കെട്ടാണ്ടും അങ്ങനെയൊക്കെ. പക്ഷേ വന്യമൃഗശല്യം രൂക്ഷമാണ്. അതിൽ സർക്കാരിന് പരിമിതികളുണ്ട്. അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. കേന്ദ്ര നിയമമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്.